ഹായ് ഹലോ അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലോണം കഴുകിയ അരിയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചു. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തു. അരി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടും ആക്കാവുന്നതാണ്. ഇതിലേക്ക് ഉപ്പും ഓയിലും ചേർത്ത് നമുക്ക് വേവിക്കാം. 70% മാത്രം കുക്കായാൽ മതി. അങ്ങനെ നമ്മുടെ റൈസ് 70% വരെ കുക്കായിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് മാറ്റാം. അരി സ്ട്രെയിൻ ചെയ്ത് ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സവാള, ക്യാരറ്റ്, കാബേജ്, ബീൻസ്, ക്യാപ്സിക്കം ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ചധികം വെജിറ്റബിൾസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈഡ് റൈസിനേക്കാളും കൂടുതൽ ഇഷ്ടം കുറച്ച് മോയ്സ്ചറായിട്ടിരിക്കുന്ന ഫ്രൈഡ് റൈസാണ്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി പിന്നെ ആഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗും കുറച്ച് പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് സോയാ സോസും പിന്നെ ചില്ലി ഗാർലിക് സോസും ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തത് കൊണ്ട് മാത്രം ടൊമാറ്റോ സോസ് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന റൈസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ വൈറ്റ് റൈസ് കാണാത്ത രീതിയിലായിരിക്കണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ചൂടോടുകൂടെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.